സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഈ ഹദീസ് ഇബ്നു മാജ തങ്ങളും ഇമാം നസായിയും അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ മഹാനായ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നു. ജാഅത് ഇംറഅത്തുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബുർദത്തിൻ മൻസൂജത്തിൻ വഫീഹാ ഹാഷിയതുഹാ. ഒരു കൈകൊണ്ട് നെയ്ത ഒരു വസ്ത്രം, ആ വസ്ത്രത്തിന്റെ നൂലുകളൊന്നും കട്ട് ചെയ്യാതെ അത്രയും ഫ്രഷ് ആയിട്ട് എന്നർത്ഥം ഒരു ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു നബിക്ക് ധരിക്കാനുള്ള ഒരു വസ്ത്രം കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മഹദി വന്ന് പറഞ്ഞു, നസജ്തുഹാ ബിയദയ്യ യാ റസൂലല്ലാഹ് ലിഅക്സുകഹ. നബിയേ, ഞാനിതെന്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ വസ്ത്രമാണ്, ഇത് അങ്ങ് ധരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സൂചിപ്പിക്കുകയുണ്ടായി, നബി തങ്ങളുടെ സ്നേഹം, തങ്ങളോടുള്ള സ്നേഹം കേവലം ഇത്ബാഅ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കേണ്ട ഒരു അനുരാഗ പ്രവാഹമോ സ്വഹാബികളിലും താബിഈകളിലും അവർ എത്രത്തോളം ചെയ്തു എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന വിഷയം. വളരെ യാദൃച്ഛികമോ അല്ലെങ്കിൽ അത്ഭുതമോ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിന്റെ വളരെ കാതലായ വശമാണ് തങ്ങൾ ഇവിടെ ആ കൊച്ചു ഭാഷണത്തിൽ സൂചിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഇതെന്റെ കൈകൊണ്ട് ഞാൻ നെയ്തതാണ്, ഇതങ്ങ് ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നിബിതങ്ങൾ തങ്ങളതെടുത്തു. നിബിതങ്ങൾ ഞങ്ങൾക്ക് വസ്ത്രമില്ല, ഞങ്ങൾക്ക് വസ്ത്രം വേണം. ഒരു ഉമ്മ അവിടുത്തെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു വസ്ത്രവുമായി വന്നപ്പോ ഞങ്ങളത് സ്വീകരിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فخرج إلينا وإنها إزاره. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്കിടയിലേക്ക് വന്നു. ആ വസ്ത്രം ധരിച്ച്, ആ പെണ്ണ് കൊണ്ടുകൊടുത്ത വസ്ത്രം ധരിച്ച്. നബിതങ്ങളാണെങ്കിലോ തങ്ങളോട് ആര് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ദാനശീലമുള്ളവരാണ്. തങ്ങളോട് ചോദിക്കപ്പെട്ടിട്ട് ഇല്ല, ഞാൻ തരില്ല എന്ന് പറയുന്ന ഒരു മറുപടി അല്ലാഹുവിന്റെ റസൂലിനില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹ്ഹുദിഹി ലൗല തശഹ്ഹുദു കാനത് ലാഉഹു നഅം. ലാ എന്ന് പറയില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമല്ലാതെ തങ്ങൾ ഒന്നും ഉണ്ടായിരിക്കാൻ തരില്ല എന്ന് തങ്ങൾ പറയുന്നു. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹ്ഹുദിഹി ലൗല തശഹ്ഹുദു കാനത് ലാഉഹു. നബിയെ, ഈ പുതപ്പിനെന്തോ ഒരു ഭംഗിയുണ്ട്, നല്ല രസമുള്ളത്. അറബികളുടെ ഒരു ശൈലി, ഒരാളൊരു വസ്ത്രം ധരിച്ച് ഒരു വാച്ച് ധരിച്ച് ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് അയാൾ ആഗ്രഹിക്കുന്നു എന്നതിനർത്ഥം. അപ്പൊ അവരെടുത്ത് ഊരിക്കൊടുക്കും. അങ്ങനെ അറബി അല്ലാതെ ഊരിക്കൊടുത്തൊരു മഹാനാണ് നമ്മുടെ അടുത്തിരിക്കുന്ന അബ്ദുൽ ഹാജി അവറുകൾ. അറബികളുടെ ഒരു അഭിമാനമാണത്. ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ഊരിക്കൊടുക്കുക. മുത്തുനബി തങ്ങളോടാ ചോദിക്കുന്നത്, തങ്ങളേത് നല്ല രസമുണ്ടല്ലോ ഈ വസ്ത്രം. അത് മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഫഅക്സിനീഹാ, നബിയേ, ഈ വസ്ത്രം എനിക്കൊടുക്കാൻ തരണം. എങ്ങനെയുണ്ട്? തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വസ്ത്രം, തങ്ങൾക്ക് വേണ്ടി ഒരു ഉമ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു വസ്ത്രം.
അത്ര തന്നിട്ടേ അൽഹംദുലില്ലാഹ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. فقال رجل يا رسول الله ما احسن هذه നബിയേ, ഈ വസ്ത്രത്തിന് എന്തോ ഒരു ഭംഗിയുണ്ട്. ഫഅക്സിനീഹാ, അത് നിങ്ങൾ എനിക്ക് ധരിപ്പിച്ചു തരണമേ, ഉടുക്കാൻ തരണമേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം സഅക്സൂക ഇയ്യാഹാ, നിങ്ങൾക്ക് ഞാനത് ഉടുപ്പിക്കാൻ തരാം, നിങ്ങൾക്ക് ഉടുക്കാൻ ഞാനത് തരാം എന്ന് പറയുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് നബി തങ്ങൾ എഴുന്നേറ്റ് പോവുകയും തങ്ങളുടെ വസ്ത്രം, ആ വസ്ത്രം അഴിച്ച് മറ്റൊരു വസ്ത്രമെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം, ആ വസ്ത്രം നബി തങ്ങൾ സ്വഹാബിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഫലാമഹു സ്വഹാബത്തുൽ കിറാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഈ ചോദിച്ച ആളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? ബിഅ്സമാ ഫഅൽത്, വളരെ മോശമല്ലേ നിങ്ങൾ ചെയ്തത്. മാ അഹ്സൻത, നിങ്ങൾ ചോദിച്ചല്ലോ അല്ലാഹുവിന്റെ റസൂലിനോട്, നിങ്ങൾക്കറിയില്ലേ നബി തങ്ങൾ ഇഷ്ടത്തോടെ ധരിച്ചത്, തങ്ങൾക്ക് വേണ്ടി ഒരു ഉമ്മ കൊണ്ടുപോയി കൊടുത്തത്, തങ്ങളോട് ആരെന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന നബിയോട് നിങ്ങൾ ആ ചോദിച്ചത് മോശമായി പോയി. നിങ്ങൾക്കറിയില്ലേ നബി ചോദിച്ചാൽ തരുമെന്ന്, ഹബീബ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തിനാണ് ഹബീബിനോട് ചോദിച്ചതെന്ന് സ്വഹാബിമാർ ആ ചോദിച്ച വ്യക്തിയോട്, സ്വഹാബിയോട് ചോദിക്കുന്നു. ആ സമയത്ത് സ്വഹാബി കൊടുക്കുന്ന മറുപടി, റജൗതു ബറകതഹാ ലഅല്ലി ഉക്ഫനു ഫീഹാ. ഇവിടെയാണ് നമ്മുടെ വിഷയം. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഞാൻ ആ വസ്ത്രം ചോദിച്ചത് എനിക്കിവിടെ ഉടുത്തു നടക്കാനല്ല, പിന്നെയോ നാളെ മരിച്ചു പോകുമ്പോൾ എന്റെ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോയി വെക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം തൊട്ട ഒരു വസ്ത്രമായിരിക്കണം എന്റെ ശരീരത്തിൽ കിടക്കേണ്ടത്. ലഅല്ലി ഉകഫനു ഫീഹാ, എന്റെ കഫംപുടയിൽ വെക്കാനാണ് ഞാനതാ ചോദിച്ചത്. റജൗതു ബറകതഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വസ്ത്രത്തിന് ബറക്കത്തുണ്ടല്ലോ, ഹബീബ് തൊട്ടതിന് ബറക്കത്തുണ്ട്, ഹബീബിന്റെ സ്പർശം കിട്ടിയതിന് പുണ്യമുണ്ട്. ആ പരിശുദ്ധമായ പുണ്യവും ബറക്കത്തും കിട്ടാനാണ് മാ സഅൽതു അൽബസഹാ, ഞാൻ എനിക്ക് കൊടുക്കാനല്ല, വല്ലിതകൂന കഫനി ബഅദ വഫാതി, എന്റെ മരണത്തിന് ശേഷം അതെന്റെ കഫംപുടയായി മാറണം, അതിനാണ് ഞാൻ ആ ചോദിച്ചതെന്ന് ആ സ്വഹാബി മറുപടി പറയുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹ്ലു ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകാനത് കഫന, ഈ വസ്ത്രമായിരുന്നു ആ സ്വഹാബിയുടെ കഫംപുടയായി മാറിയത്. ഇതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് കൊണ്ടുവന്ന ബാബ് വെച്ചത് ബാബ് ഹുസ്നുൽ ഖുലുഖി വസ്സഖാഇ വമാ യുക്റഹു മിനൽ ബുഖ്ലി. ഒരു മനുഷ്യൻ ഔദാര്യം ചെയ്യണം, ദാനം ചെയ്യണം, പിശുക്കരുത് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇമാം ബുഖാരി തങ്ങൾ അദബിൽ പറയുന്നു. കിതാബുൽ ബുയൂഇൽ ബാബു ദിക്രിൻ നസാജ്, വസ്ത്രം തുന്നുന്ന ജോലി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നു. ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ ഹദീസിനെ കൊണ്ടുവരുന്നത് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് ഈ ഹദീസിൽ ഫിൽ ഹദീസി അത്തബറുഖു ബിആഥാരിസ് സ്വാലിഹീൻ. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൻ, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിന്റെ ശർഹ് എഴുതിയ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ മഹാനവറുകൾ ഫത്ഹിൽ പറയുന്നുണ്ട്, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ ഉപയോഗിച്ചത്, സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന് പുണ്യമുണ്ട്, അവിടുന്ന് തൊട്ടതിന് പുണ്യമുണ്ട്, അവിടുന്ന് പുണ്യമാക്കി വെച്ചതിന് പുണ്യമുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലയോ, മരിച്ചു കഴിഞ്ഞാൽ തീർന്നുവോ എന്ന് ചിന്തിക്കുന്നത് പോലും അപകടകരമായ വിശ്വാസമാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ ഈ ബറക്കത്ത് തീർന്നു എന്ന് പറയുന്നവർ ഈ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് നോക്കണം. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഹബീബിന്റെ ആ ഒരു വസ്ത്രം എന്റെ ദേഹത്ത് കിടന്നുകൊണ്ട് എനിക്ക് കഫംപുടയായി വന്നാൽ
ലഅല്ലി ഉൽഖനു ഷഹാദ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളാൽ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത് വേണ്ടത്, അതിനാണ് ഞാൻ ആ വസ്ത്രം ചോദിച്ചത് എന്ന് മഹാനായ സ്വഹാബി ഹബീബിന്റെ വസ്ത്രം ചോദിച്ചതിന്റെ കാരണം പറയുന്നുണ്ട്. ഈ ഹദീസിൽ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളായ ആളുകളുടെ ആധാറുകൾക്ക് പുണ്യമുണ്ട്, ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിന് ശറഹ് എഴുതിയ 3 പ്രമുഖരായ പണ്ഡിതന്മാർ, ഒന്ന് അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ, ഹിജ്റ 852 വഫാത്തായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അൽ ഐനി തങ്ങൾ ഉംദത്തുൽ ഖാരി, ബുഖാരിയുടെ ശറഹാണ് ഉംദത്തുൽ ഖാരി. ഇമാമുൽ ഐനി ഹനഫി പണ്ഡിതനാണ്, ഡമസ്കസുകാരനാണ്, ഷാമുകാരനാണ്. പക്ഷേ അവസാനകാലം ഈജിപ്തിൽ താമസമാക്കി വഫാത്തായ ഇമാമുൽ ഐനി. ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ വഫാത്തിന് 3 വർഷം കഴിഞ്ഞ് വഫാത്തായ ഹിജ്റ 855 വഫാത്തായ ഇമാമുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉംദത്തുൽ ഖാരിയുടെ 8ാമത്തെ വോള്യത്തിൽ ഫിൽ ഹദീസ് ദലാലത്തുൻ അലാ ജവാസി തബറുക് ബിആഥാരി സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ മഹാന്മാരായ ആളുകളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ടെന്ന് മഹാനായ അല്ലാമത്തുൽ ഐനി തങ്ങൾ. ഇനിയുണ്ട് സ്വഹീഹ് ബുഖാരിയുടെ പ്രസിദ്ധമായ മറ്റൊരു ശറഹ് ഇർഷാദുസ് സാരി ഇമാം ഖസ്തല്ലാനി തങ്ങൾ ഹിജ്റ 923 വഫാത്തായ മഹാനവറുകൾ ഖസ്തല്ലാനി തങ്ങൾ സ്വഹീഹിന് ശറഹ് എഴുതിയപ്പോൾ പറഞ്ഞു, ഇർഷാദുസ് സാരിയിൽ അത്തബറുകു ബിആഥാരി സ്വാലിഹീൻ, ഈ ഹദീസിൽ സ്വാലിഹീങ്ങളായ ആളുകളുമായി ബന്ധപ്പെട്ടതിന് പുണ്യമുണ്ട് എന്നതിന് തെളിവാണിതെന്ന്. കഴിഞ്ഞോ അസ്മാ റളിയല്ലാഹു തആല അൻഹ, മുത്തുനബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അതൊക്കെ തീർന്നു എന്ന് പറയുന്നവർ, ഹബീബായ നബി തങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ബറക്കത്തെടുക്കുന്ന വിഷയമില്ല എന്ന് പറയുന്നവർ, ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ മദീനയുടെ പുണ്യം മനസ്സിലാക്കാതെ പോകുന്നവർ, മുത്തുനബി തങ്ങൾ നടന്നുപോയ മണ്ണിന്റെയും ആ പ്രദേശത്തിന്റെയും മഹത്വം മനസ്സിലാക്കാതെ പോകുന്നവർ അറിയണേ, അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുമാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. അസ്മാ റളിയല്ലാഹു അൻഹാ മഹദി പറയുന്നുണ്ട്, എന്റെ സഹോദരിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ വരുന്ന ദിവസം അവിടുന്ന് ധരിക്കുമായിരുന്ന ഒരു നീളക്കുപ്പായം, അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ അവരുടെ കയ്യിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ആയിഷ ബിയുടെ വഫാത്തിന് ശേഷം അത് ഞാൻ എന്റെ കൈവശം വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? ഫനഹ്നു നുർസിലുഹാ ലിൽ മരീദി യസ്തശ്ഫി ബിഹാ, രോഗികളായ ആളുകൾക്ക് ശിഫാ വേണമെങ്കിൽ, രോഗികളായ ആളുകൾക്ക് രോഗശമനത്തിന് വേണ്ടി ഹബീബിന്റെ ഈ വസ്ത്രം വെള്ളത്തിൽ മുക്കിക്കൊടുത്താൽ അതിന് പരിശുദ്ധിയുണ്ട്, അത് പുണ്യമാണ്, അതിന്റെ പേരിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന വസ്ത്രമാണിത് എന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ 100 വയസ്സ് കഴിഞ്ഞ് വഫാത്തായ മഹദിയാണ്. സിദ്ദീഖ് എന്നവരുടെ മോളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ഹബീബിന്റെ ആധാറുകൾക്ക് പുണ്യമുണ്ടല്ലോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയപ്പോൾ മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അവിടെ പറയുന്നുണ്ട്, ഫീ ഹാദൽ ഹദീസ് ദലീലുൻ അല ഇസ്തിഹ്ബാബി തബറുക് ബിആഥാരി സ്വാലിഹീന വസിയാബിഹിം, അല്ലാഹുവിന്റെ റസൂലിന്റേത് എന്ന് പറയപ്പെടുന്നത് ശരിയാണെങ്കിൽ, അത് ജെന്യൂൻ ആണെങ്കിൽ, അത് ഫ്രോഡ് അല്ലെങ്കിൽ അതിന് പുണ്യമുണ്ട്. എല്ലാ സത്യസന്ധമായ വിഷയങ്ങൾ അത് ഹബീബുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കമില്ല. പക്ഷേ ഹബീബിന്റേതാണോ അല്ലയോ എന്ന് നിജപ്പെടുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജുബ്ബയാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. ഹബീബിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിന് ശേഷം രോഗികൾക്ക് മുഴുവനും രോഗശമനത്തിന് വേണ്ടി കൊടുത്തയച്ചിരുന്നത്. അതുമാത്രമല്ല, സ്വഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയിട്ടുണ്ട് മഹാനായ അല്ലാമ ഖാദി ഇയാദ് എന്നവര്, ഇമാം അൽ മാസിനി തങ്ങൾ, അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി തങ്ങൾ, ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 676 വഫാത്തായ ഹബീബിന്റെ മുഹയ്യിസ് സുന്നയാണ്. നമ്മുടെ ഇമാമിയങ്ങളിൽ ഷാഫിഈ മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാമല്ലേ ഇമാമുന നബവി തങ്ങൾ. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെയും
ഇമാം ഖാദി ഇയാദ് എന്നവരുടെയും ഇമാം മാസിനിയുടെയും അബുൽ അബ്ബാസിൽ ഖുർത്തുബിയുടെയും ശറഹുകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് ബിൻ ഖിൽഫ അൽ-ഉബയ്യ് റളിയല്ലാഹു അൻഹു സമാഹരിച്ചിട്ടുള്ള ഇക്മാലുൽ ഖമാലുണ്ട്, മഹാനവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 544 വഫാത്തായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ലിബറകതി മസ്സിഹി ഇയാഹാ വആദതു സലഫി വൽ ഖലഫി അത്തബറുകു ബിദാലിക്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായാൽ പോലും ഹബീബിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന വസ്തുക്കൾക്ക് പുണ്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ മുമ്പിൽ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുമായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലൽ ഗദാത, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. നബി തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, ഇത് പറയുന്നത് ഹബീബിന്റെ 10 വർഷത്തെ ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലൽ ഗദാത്, സുബ്ഹി നിസ്കാരം നിസ്കരിച്ചാൽ അതാഹു ഖദമു അഹ്ലിൽ മദീന, മദീനക്കാരുടെ വീടുകളിലെ എല്ലാ വേലക്കാരും ബിആനിയതിഹിം, അവരുടെ വെള്ളപാത്രവുമായി ഹബീബിന്റെ പള്ളിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുമായിരുന്നു. എന്തിനാണതെന്നറിയുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ ആ വെള്ളത്തിൽ ഹബീബ് ഒന്ന് കൈകുത്തണം, ഹബീബ് കൈയൊന്ന് കുത്തണം, എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോയി കുടിക്കാൻ വേണ്ടി മദീനക്കാരായ ആളുകൾ അവരുടെ വേലക്കാരുടെ കൈകളിൽ നിറയെ വെള്ളം നിറച്ച് പാത്രങ്ങൾ കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നിഷേധിക്കാൻ പാടില്ലാത്ത, നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകാൻ ഇടയുള്ള അത്രയും സ്വഹത്തുള്ള കിതാബല്ലേ സ്വഹീഹ് മുസ്ലിം. മഹാനായ നബി തങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഫലാ യദഉൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനാഅൻ ഇല്ലാ വദഅ യദഹു ഫീഹി, ഹബീബായ നബി തങ്ങൾ എല്ലാ പാത്രത്തിലും കൈയിട്ട് കൊടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറവ വറ്റാത്ത അനുഗ്രഹമേ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോഴെല്ലാം അവര് വെള്ളപാത്രവുമായി വരുന്നത് ഫിൽ ഗദാത്തിൽ ബാരിദ, നല്ല തണുപ്പുള്ള സമയത്തായിരിക്കും. ഫലാ യദഉ ഇനാഅൻ ഇല്ലാ ഗമസ യദഹു ഫീഹി, അത്രക്ക് തണുപ്പുള്ള മദീന, അത്രക്ക് ചൂടുള്ള മദീന, മദീനയുടെ ചൂടിനും തണുപ്പിനും കാഠിന്യമുണ്ട്. അത്രയും ശക്തമായ തണുപ്പുണ്ടായിട്ട് പോലും ഹബീബായ നബി തങ്ങൾ എല്ലാ പാത്രത്തിലും കൈയിട്ട് കൊടുക്കാതെ ഹബീബ് പോകാറില്ല. ഇത് മദീനക്കാരുടെ പതിവായിരുന്നു എന്ന് മഹാനായ ഹബീബിന്റെ ഖാദിമ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. എന്തിനാണിതെന്നറിയുമോ? മുത്തനബി തങ്ങൾ സാധാരണ ഒരു മനുഷ്യനല്ല. ഹബീബിനെ പറ്റി അങ്ങനെ ഒരു പറയുന്നത് പോലും അത് അപകടമാണ്. ഹബീബായ നബി തങ്ങൾ നമ്മളെപ്പോലെയാണോ? അങ്ങനെയാണോ സ്വഹാബിമാർ ഹബീബിനെ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും ഉറവ വറ്റാത്ത അല്ലാഹുവിന്റെ കരുണയുടെ കടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബിയാണ് ഈ പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് എന്നവരുടെ ശിഷ്യനാണ് സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈയായ സാബിത്തുൽ ബുനാനി. മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ എപ്പോൾ കണ്ടാലും കൈപിടിച്ചു മുത്തുമായിരുന്നു. കൈപിടിച്ചു മുത്തിയിട്ട് പറയും, മനസ്സേ യദുൻ മസ്സത് യദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തൊട്ട കൈയല്ലയോ നിങ്ങളുടെ കൈയ്യ്. സ്വഹാബിമാരെ താബിഈങ്ങൾ കാണുമ്പോൾ അവര് പറയും, അബൂദർദാ തങ്ങൾ പറയുമായിരുന്നു, അബൂദർദാ എന്നവരോട് താബിഈങ്ങൾ പറയും, യാ അബൂദർദാ തൂബാ ലക്, അബൂദർദായേ തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്, അബൂദർദായേ നിങ്ങളുടെ മുഖത്തുള്ള 2 കണ്ണുകളുടെ ഒരു സൗഭാഗ്യമേ, ആ കണ്ണുകൾ ഹബീബിനെ കണ്ട കണ്ണുകളാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണുകളുടെ ഒരു ഭാഗ്യമേ എന്ന് പറഞ്ഞ് മഹാനായ അബൂദർദാ തങ്ങളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു താബിഈങ്ങളായ ആളുകൾ. അതുപോലെയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വീട്ടിൽ 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത മോനാണത്. സ്വന്തം ഉമ്മ
നബി തങ്ങൾ മദീനത്തേക്ക് കടന്നു വന്നപ്പോ ആ ഉമ്മ വന്ന് പറയുന്നു, നബിയേ, മദീനക്കാർ മുഴുവനും അങ്ങേക്ക് ഓരോരോ സമ്മാനങ്ങൾ തന്നു, എന്റെ കയ്യിൽ തരാൻ സമ്മാനമൊന്നുമില്ല നബിയേ. എന്റെ 10 വയസ്സായ മോനുണ്ട്, ഈ മോനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ് നബിയേ. ഈ മോൻ അങ്ങയുടെ വീട്ടിൽ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്ത് വളരട്ടെ. അങ്ങനെ ഉമ്മ ഏൽപ്പിച്ചു കൊടുത്ത, ഹബീബിന് സമ്മാനമായി കൊടുത്ത മോനായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹബീബുമായി ധാരാളം ഇടപഴകാൻ അവസരം കിട്ടിയ മഹാൻ സാബിത്തുൽ ബുനാനി തങ്ങൾ പറയും, മനസ്സേ, നിങ്ങളുടെ കൈയൊന്ന് ഞാൻ മുത്തിക്കോട്ടെ, അങ്ങ് ഹബീബിന്റെ കൈ തൊട്ടവരല്ലയോ റളിയല്ലാഹു തആല അൻ. മഹാനായ അനസ് എന്നവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോ കയ്യിൽ അത്തർ പൂശിയിട്ട് പറയും, സാബിതന്നെ കണ്ടാൽ എന്റെ കൈ പിടിച്ചു മുത്തും, അതുകൊണ്ട് ഞാൻ അവിടെ സുഗന്ധം പുരട്ടട്ടെ എന്ന് പറഞ്ഞ് കയ്യിൽ സുഗന്ധം പുരട്ടുമായിരുന്നു മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ പരസ്പരം ബഹുമാനിച്ചിരുന്നത്, താബിഈങ്ങൾ സ്വഹാബിമാരെ ബഹുമാനിച്ചിരുന്നത്. അതിലെല്ലാം അപ്പുറമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വുദൂഇന്റെ വെള്ളത്തിന് വേണ്ടി സ്വഹാബിമാർ തിക്കും തിരക്കും കൂടുമായിരുന്നു. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു ഹജ്ജത്തുൽ വിദാഇന്റെ കഥ പറയുന്നുണ്ട്. ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്ബതിഹി. മിനായിലെ ഹബീബിന്റെ ടെന്റിൽ നിന്ന് നബി തങ്ങൾ പുറത്തേക്ക് വന്നു. ആ ഖുബ്ബയുടെ അടുത്തും ഖിബാ എന്നാണ് അവിടുത്തെ ടെന്റിൽ നിന്ന് നബി തങ്ങൾ പുറത്തേക്ക് വന്നു. ഫതവല്ലഅ, നബി തങ്ങൾ വുദൂ എടുത്തു. ആ സമയത്ത് ഖാല അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫബ്തദറഹുന്നാസ്, ജനങ്ങളെല്ലാവരും ഹബീബിന്റെ വുദൂഇന്റെ വെള്ളം കിട്ടാൻ വേണ്ടി ഓടി വന്നു. ഈ ഹദീസ് കിടക്കുന്നത് സ്വഹീഹൈ ബുഖാരി മുസ്ലിമിലുണ്ട്, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്, ഇബ്നു മാജ തങ്ങൾ, തിർമുദി, നസായി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. റസൂലുള്ളാഹി തങ്ങളുടെ വുദൂഇന്റെ വെള്ളം കിട്ടാൻ വേണ്ടി സ്വഹാബിമാർ ഓടി വന്നു. ഫമൻ അഖദ ശൈഅൻ മിൻ അഥരി വുദൂഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമസ്സഹ ബിഹി. തങ്ങളുടെ വുദൂഇന്റെ വെള്ളം കിട്ടിയവരെല്ലാം ദേഹത്ത് പുരട്ടാൻ തുടങ്ങി. വദലക ബിഹി വജ്ഹഹു വജസദ, സ്വന്തം ശരീരവും മുഖവും അതുകൊണ്ട് തടവുകയാണ്. വമൻ ലം യഖുദ് ശൈഅൻ അഖദ മിൻ ബലലി യദി സാഹിബിഹി. ആ വെള്ളം നേരിട്ട് കിട്ടാത്തവർ ആ വെള്ളം നനഞ്ഞ സ്വഹാബത്തിന്റെ കയ്യിൽ നിന്ന് നനഞ്ഞ കയ്യിലേക്ക് കൈവച്ചുകൊണ്ട് ആ വുദൂഇന്റെ ഒരംശം കിട്ടാൻ പരിശ്രമിക്കുമായിരുന്നുവെന്ന് മഹാനായ അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു. ഇത് ഹബീബായ നബി തങ്ങൾ ഇഖ്റാർ ചെയ്ത വിഷയമാണ്. നബി തങ്ങളിൽ ബറക്കത്തുണ്ട്, ഇത് ഉറവ പറ്റാത്ത അനുഗ്രഹമാണ്. ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഖൈറ മൻ യമ്മമൽ ആഫൂന സാഹതഹു, യാ ഖൈറ മൻ യമ്മമൽ ആഫൂന സാഹതഹു. ഹബീബായ നബിയെ, അങ്ങയുടെ പരിശുദ്ധിയും അങ്ങയുടെ സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് ദൂരങ്ങളിൽ നിന്ന് ആളുകൾ ഓടി വരികയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരും അവിടുത്തെ മഹത്തുക്കളായ പിൻഗാമികളും ഹബീബുമായി ബന്ധപ്പെട്ടതിനെല്ലാം പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേറെ അത്ഭുതപ്പെടുത്തുന്നത് ഈ 6 സ്വഹാഹിന്റെ സ്വഹീഹായ ഹദീസുകളുടെ സമാഹരണം 6 എണ്ണമെന്ന് നമ്മൾ പറയുന്ന ബുഖാരി, മുസ്ലിം കഴിഞ്ഞ് അബൂ ദാവൂദ്, ഇബ്നു മാജ, നസായി, തുർമുദി, ഈ 6 കിതാബുകളിൽ ഒന്ന് മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ശൈഖുൽ ആരിഫീൻ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങളുടെ കാലക്കാരനാണ്. മഹാനായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ മഹാനായ അബൂ ദാവൂദ് തങ്ങളോട് വന്ന് പറയും, യാ അബാ ദാവൂദ്, അബൂ ദാവൂദേ, നിങ്ങളുടെ പരിശുദ്ധമായ നാവ് നിങ്ങളൊന്ന് പുറത്തേക്ക് കാണിച്ചു തരുമോ? അപ്പൊ ചോദിച്ചു, എന്തിനാണ്? മഹാനായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്ന മഹാൻ, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പ്രഗത്ഭനായ ആലിം, മഹാനവറുകൾ ഹദീസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുകയും ഹദ്ദസ റസൂലുള്ളാഹ്, ഖാല റസൂലുള്ളാഹ്, സമിഅ്തു റസൂലല്ലാഹി എന്ന ഹദീസിന്റെ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ധാരാളം പറഞ്ഞിട്ടുള്ള നാവല്ലയോ അബൂ ദാവൂദേ നിങ്ങളുടെ നാവ്? ആ നാവ് ഞാനൊന്ന് ഉമ്മ വെക്കാനാണെന്ന് പറഞ്ഞ് സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. സുനനിന്റെ ഇമാമായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ പറഞ്ഞ് മഹാനായ സഹൽ എന്നവരെ തിരുത്താൻ പോയിട്ടില്ല.
എന്തുകൊണ്ട്? അത്തബറുകു ബിആസാരി സ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് ഹബീബിന്റെ വുദുഇന്റെ വെള്ളത്തിന് മേൽ തിക്കും തിരക്കും കൂടിയപ്പോ മുത്തനബി തങ്ങൾ ചോദിക്കുകയാണ്, മാ യഹ്മിലുകും അലാ ഹാദാ, നിങ്ങളിത് ചെയ്യാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് നബിയേ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാ നബിയെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് സ്വഹാബിമാർ ഹബീബിന് മറുപടി കൊടുക്കുന്നു. അന്നേരം നബി തങ്ങൾ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പഠിപ്പിച്ചു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, മൻ സറഹു അൻ യുഹിബ്ബല്ലാഹ വറസൂലഹു ഔ യുഹിബ്ബഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹവും അല്ലാഹും റസൂലും നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫൽയസ്ദുഖ് ഹദീഥഹു ഇദാ ഹദ്ദഥ, സംസാരിക്കുമ്പോൾ കളവ് പറയരുത്. വൽയുഅദ്ദി അമാനതഹു ഇദാ തുമിന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യരുത്. വൽയുഹ്സിൻ ജിവാറ മൻ ജാവറഹു, നിങ്ങളുടെ അയൽവാസികളോട് നന്നായി പെരുമാറണമേ, അതും നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അല്ലാഹു തആലയും അവന്റെ ഹബീബും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മഹാനവറുകൾ മുഅ്ജമുൽ ഔസത്തിൽ മഹാനവറുകൾ ബിസനദിൻ റിജാലുഹു റിജാലു സിഹാഹ്, സ്വഹീഹായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാന്മാരുടെ ആറാബികൾ വെച്ചുകൊണ്ട് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് മഹാനായ അബൂ നഈം അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ അബൂ നഈം എന്നവരും ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹായ ഹദീസ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നമ്മുടെ നാടുകളിലെ ഹൗദിന്റെ മഹത്വം എന്താണെന്നറിയാൻ ഇത് മതി. നാടുകൾ നമ്മൾ കൂട്ടമായി വുദു കൊടുക്കുന്ന ഹൗദിന്റെ മഹത്വം. ഹൗദ് ചെളി കളയാനുള്ളതല്ല, ഹൗദ് വുദു കൊടുക്കാനുള്ളതാണ്. നമ്മുടെ കൈകളിലും ദേഹത്തുമുള്ള ചെളി പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ആ വെള്ളം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ മനോഹരമല്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, അതതവല്ലഉ മിൻ ജർരിൻ മുഖമ്മരിൻ അഹബ്ബു ഇലൈക അം മിനൽ മതാഹിരി, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വുദു കൊടുക്കുമ്പോ അതതവല്ലഉ മിൻ ജർരിൻ മുഖമ്മരിൻ, മൂടിയ ഒരു പ്രാവിൽ നിന്ന്, മൂടിയ ഒരു പാത്രത്തിൽ നിന്ന്, അങ്ങേക്ക് മാത്രമായി എടുത്തു വെച്ച ഒരു പാത്രത്തിൽ നിന്ന് വുദു എടുക്കലാണോ അഹബ്ബു ഇലൈക, അങ്ങേക്ക് ഇഷ്ടം, അം മിനൽ മതാഹിരി, അതല്ല മുഅ്മിനീങ്ങൾ എല്ലാവരും വുദു എടുക്കുന്ന പൊതുവായ വുദു എടുക്കുന്ന വുദുഇന്റെ ഹൗദിൽ നിന്നാണോ? ഏതാ നബിയെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചത് നമ്മുടെ മഹാനായ ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ബൽ മിനൽ മതാഹിരി, എനിക്ക് മാത്രമായിട്ട് ഒരു ബ്രാവോ, എനിക്ക് മാത്രമായിട്ട് വെള്ളം സൂക്ഷിക്കുന്ന ഒരു കണ്ടെയ്നറോ അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ബിനൽ മതാഹിരി, മുസ്ലിമീങ്ങളായ ആളുകൾ വുദു എടുക്കുന്ന ആ ഹൗദിൽ നിന്ന് വുദു എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ന ദീനല്ലാഹി യുസ്റുൻ, അല്ലാഹുവിന്റെ ദീൻ വളരെ എളുപ്പമാണ്. അൽ ഹനീഫിയത്തു സംഹ, അത് നേരായ ഋജുവായ മാർഗമാണ്, വളവ് തിരിവില്ലാത്ത മാർഗമാണ്. അല്ലാഹുവിന്റെ ദീൻ എളുപ്പമാണ്, വളവ് തിരിവില്ലാത്തതാണ്. എനിക്ക് വേണ്ടി ഞാനൊരു VIP ആയതിന്റെ പേരിൽ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും വേണ്ട. ഞാൻ നിങ്ങളിൽ ഒരാളാണ്, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. എനിക്ക് വേണ്ടി നിങ്ങളാരും വുദുഇന്റെ വെള്ളം സെപ്പറേറ്റ് വെച്ച് ബുദ്ധിമുട്ടരുത്. അദ്ദീനു യുസ്റുൻ, അല്ലാഹുവിന്റെ ദീൻ എളുപ്പമാണ്. മുസ്ലിമീങ്ങളുടെ ഹൗദിൽ നിന്ന് വുദു എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ആര് പറഞ്ഞു? ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവത്തെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നുണ്ട്. قال ابن عمر എന്നവരെ പറയുന്നു, وكان رسول الله صلى الله عليه وسلم يبعث الى المطاهر فيؤتى بالماء فيشربه يرجو بركة ايدي المسلمين. എന്റെ മുഅ്മിനെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന്റെ അനന്തസാഗരമാണ്. ആ ഹബീബായ നബി തങ്ങൾ മുസ്ലിമീങ്ങളുടെ കൈകൊണ്ട് വുദു എടുത്ത വെള്ളത്തിന് ബറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും മുസ്ലിമീങ്ങൾ വുദു എടുത്ത വെള്ളത്തിന്
ബറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും നബി തങ്ങൾ ചിലപ്പോഴെല്ലാം ആളുകളെ അയച്ച് വുദൂഇന്റെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ഹബീബ് അത് കുടിക്കുകയും ചെയ്യുമായിരുന്നു. യർജൂ ബറകത ഐദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൈയിന്റെ ബറക്കത്ത് നബി തങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഈ ഹദീസ് ഇമാം തബറാനി തങ്ങൾ മുഅ്ജമുൽ ഔസത്തിൽ, മഹാനായ അബൂ നഈമുൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിലും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? മുസ്ലിമീങ്ങളായ ആളുകളുടെ സുഉറുൽ മുഅ്മിനി ശിഫാഉൽ മുഅ്മിനായ മനുഷ്യൻ കുടിച്ചു വെച്ച വെള്ളത്തിന് ബറക്കത്തുണ്ട്. പിന്നെ എങ്ങനെയാണ് സജ്ജനങ്ങളായ ആളുകളുടെ അടുത്ത് പോയി മന്ത്രിച്ചൂതുന്നത്? അവരുടെ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി അവരിൽ എന്തെങ്കിലും ബറക്കത്തിന് വാങ്ങിക്കുന്നത്, ഇതൊക്കെ ശിർക്കാണെന്നും ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മുടെ നാടുകളിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? പ്രമുഖമാ ഒന്നുകിൽ ഈ ഹദീസ് ദഈഫാണെന്ന് പറയണം, സ്വഹീഹ് ബുഖാരി തെറ്റാണെന്ന് പറയണം, ഇമാം മുസ്ലിം എന്നവരുടെ സ്വഹീഹ് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഉണ്ടായിരിക്കെ, ഈ പ്രമാണങ്ങളൊക്കെ ഉണ്ടായിരിക്കെ, ഇത്രയും ബറക്കത്തിന്റെ അവസരങ്ങൾ ഉണ്ടായിട്ട് ബിദ്അത്ത് തലയിൽ കയറിയിട്ട് ഇതൊന്നും ചെയ്യാതെ പോകുന്നത് എത്ര വലിയ നഷ്ടമാണ് ജീവിതത്തിൽ, എത്ര വലിയ നഷ്ടമാണ്. സജ്ജനങ്ങളുടെ വിഷയങ്ങൾക്ക് ബറക്കത്തുണ്ട്. നിങ്ങൾക്കറിയുമോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ ഉമർ എന്നവർക്ക് വയറ്റെന്ന് കുറ്റേത്ത് കുത്തുകൊണ്ട് മഹാനവരുടെ കുടല് മുഴുവൻ മുറിഞ്ഞു കിടന്ന് വയറ് ഓപ്പണായി കിടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കിടത്തി കൊടുത്തപ്പോ തലയണ വെച്ചു കൊടുത്തു. ഉമർ എന്നവർ പറഞ്ഞു, വേണ്ട വേണ്ട, തലയണ വേണ്ട, എന്റെ തല മണ്ണിൽ വെച്ചോളൂ, എന്റെ തല മണ്ണിൽ കിടക്കട്ടെ. ലഅല്ലല്ലാഹു യർഹമു ഉമറാ, അല്ലാഹു ഉമറിനോട് റഹ്മത്ത് ചെയ്തേക്കും, ഞാൻ മണ്ണിൽ കിടന്നേക്കാമെന്ന് പറഞ്ഞ് തലയണ വെക്കാതെ കിടന്നു ഉമർ എന്നവരെ. എന്നിട്ട് വിളിച്ചു സ്വന്തം മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ, ഹബീബിന്റെ വുദൂഇന്റെ വെള്ളത്തിന്റെ കഥ പറഞ്ഞ സ്വഹാബിയെ, യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് നീ വാ, നീ പോകണം ഇലാ ഉമ്മിനാ ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ അസ്സിദ്ദീഖ ബിൻതു സിദ്ദീഖ്, ഹബീബിന്റെ കൂട്ടുകാരന്റെ മകൾ, 60 കൊല്ലത്തെ ഹബീബിന്റെ ഫ്രണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 60 കൊല്ലത്തെ ഹബീബിന്റെ സ്വദീഖാണ്, സ്വദീഖുൻ ഹനൂൻ, സ്വദീഖുൻ ഹമീം. ഹബീബിന്റെ ഉറ്റ കൂട്ടുകാരന്റെ മകൾ സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് പോയിട്ട്, മോനെ നീ എനിക്ക് വേണ്ടി ചോദിക്കണം, ആയിഷ ബീവിയോട് ചോദിക്കണം, ആയിഷ ബീവിയോട് ചോദിക്കണം. ഉമറു യസ്തഅദിനു അൻ യുദ്ഫന ബിജിവാരി സ്വഹിബൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ബക്കർ. ഉമ്മാ, എന്റെ ഉപ്പ മുസ്ലിമീങ്ങളുടെ നേതാവ് വയറിന് കുത്തേറ്റ് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അങ്ങയോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ഉമ്മാ, ഉമർ എന്നവർക്ക് മരണം ആസന്നമായാൽ ഉമർ എന്നവരുടെ 2 അടുത്ത കൂട്ടുകാരല്ലയോ ഹബീബായ നബിയും അങ്ങയുടെ ഉപ്പയായ സിദ്ദീഖ് എന്നവരും, അവരുടെ അരികത്ത് കിടക്കാൻ ഒരു ഖബർ കിട്ടുമോ? ഇന്ന് റൗളയിൽ ആരാ ഉള്ളത്? മുത്തുനബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും. ഉമർ എന്നവർ വഫാത്തായപ്പോ ഉമർ എന്നവർ ചോദിക്കുകയാണ്, എന്റെ റസൂലിന്റെയും സിദ്ദീഖ് എന്നവരുടെയും അരികത്ത് കിടക്കാൻ എനിക്കൊരവസരം തരുമോ എന്ന് ഉമ്മയോട്, ആയിഷ ബീവിയോട് ചോദിക്കണം. നബി തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാതുഹും, ഹബീബിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കുക. യാ ഉമ്മാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, 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 അത് ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ചതായിരുന്നു. കുൻതു ഉരീദുഹു ലിനഫ്സി, എനിക്കവിടെ കിടക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നെന്റെ ഉപ്പയാണ്, ഒന്നെന്റെ ഭർത്താവാണ്, റസൂലുള്ളായാണ്. എന്നാൽ ഫല ഊസിറന്നഹുൽ യൗമ ബിഹി, എന്നാൽ ഉമർ എന്നവർ ചോദിച്ചില്ലേ, ഞാൻ എന്റെ ഒരു ആഗ്രഹം ഉമറിന് വേണ്ടി മാറ്റിവെക്കുകയാണെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തൊരു ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദാനങ്ങളെക്കാളും വലിയ ദാനം ചെയ്തത് ഹബീബിന്റെ ഭാര്യയാണ്, ആയിഷ ബീവിയാണ്. കിടക്കാനുള്ള ഖബർ ഹബീബിന്റെ റൗളയിൽ കിടക്കാൻ കഴിയുമായിരുന്ന ബീവി അത് ഉമർ എന്നവർക്ക് കൊടുത്തിട്ടാണ് ബീവി ജന്നത്തുൽ ബഖീൽ പോയി കിടക്കുന്നത്. ഉമർ എന്നവർ പറഞ്ഞു, മോനെ ആയിഷ ബീവിയോട് ചോദിക്കണം, ബീവി തന്നാൽ അതൊക്കെ, ഇല്ലെങ്കിൽ ഫഅന റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരാളാണ്, എന്നെ നിങ്ങൾ സാദാ മുസ്ലിമീങ്ങളുടെ കൂടെ മറവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജന്മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുള്ള തങ്ങൾ വരുന്നതും കാത്തിരിക്കുകയാണ്, മകൻ വരുന്നത്. ആളുകൾ പറഞ്ഞു, ഇതാ അബ്ദുള്ള വരുന്നു.
ഉമർ ചോദിച്ചു, മാ വറാഅക യാ ബുനയ്യ, അബ്ദുള്ള, എന്താ നിങ്ങളുടെ കയ്യിലുള്ള വൃത്താന്തം, എന്താണ് നല്ല ഗുഡ് ന്യൂസുമുണ്ടോ, നല്ല വാർത്ത വല്ലതുമുണ്ടോ? ഉമർ എന്നവർ ജനങ്ങളോട് തലയിണ വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ സന്തോഷിച്ചോളൂ, 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 അമീറുൽ മുഅ്മിനീനെ സന്തോഷിച്ചോളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിങ്ങൾക്കത് തന്നു എന്ന് പറഞ്ഞപ്പോ ഉമർ എന്നവർ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ് സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം ബറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്ന തെളിവുകളിൽ ഒരു തെളിവ്. ഈ സംഭവം ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. ഉമർ എന്നവർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലികൽ മദ്ജഇ. ആ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്കാളും പ്രാധാന്യമുള്ള ഒന്നും എന്റെ ജീവിതത്തിൽ ഇനി വേറെയില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബിന്റെയും സിദ്ദീഖ് എന്നവരുടെയും അരികത്ത് പോയി കിടക്കാൻ കിട്ടുന്ന ആ മണ്ണാണ്. ആ മണ്ണിനോളം ശ്രേഷ്ഠമായ മറ്റൊന്നും എനിക്കില്ലായിരുന്നു. അത് അല്ലാഹു എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മുഅ്മിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിനും എല്ലാറ്റിനും ബറക്കത്ത്. ഹബീബിന്റെ സ്വഹാബിമാർ, ഒരു സ്വഹാബിക്ക് ബറക്കത്തുണ്ട്. നബിതങ്ങൾ ഒരു താബിഈന് ബറക്കത്തുണ്ട്, താബിഈകൾക്ക് ബറക്കത്തുണ്ട്. നബിതങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അതിന് ബാബ് കൊടുത്തത് ബാബു മനിസ്തആന ബിൽദുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബ്. യുദ്ധം നടക്കുമ്പോ പാവപ്പെട്ട ആളുകളെയും സ്വാലിഹീങ്ങളെയും മുൻനിർത്തിയാൽ അതിന് ബറക്കത്തുണ്ട് എന്ന് പറയുന്നു. മുത്തുനബിതങ്ങളുടെ റബീഉൽ അവ്വലിന്റെ ആചരണം പറ്റുമോ ഇല്ലയോ, നബിദിനം പാടുണ്ടോ ഇല്ലേ? മുസ്ലിമീങ്ങളായ ആളുകളാ ഹബീബായ നബിതങ്ങളുടെ ജന്മദിനം വരുമ്പോഴേക്കും വെറുതെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത് എന്തിനാണിത്? മുസ്ലിമീങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഹബീബായ നബിയോട് സ്നേഹമുണ്ടായതിന്റെ പേരിലല്ലേ? മുത്തുനബിതങ്ങൾ നിരോധിക്കാത്തൊരു വിഷയം ഉമ്മത്ത് ചെയ്യുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? സുബ്ഹാനല്ലാഹ്. അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ നിരുത്സാഹപ്പെടുത്തലുകളും ഇതൊക്കെ ഈമാൻ കുറഞ്ഞു പോകുന്നതിന്റെ അടയാളമല്ലേ? ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നത് ആ പറയുന്ന ആളുകളുടെ മുഖത്ത് ഈമാനിന്റെ വെളിച്ചം കാണാൻ കഴിയില്ല. മുഅ്മിനെ, ഈമാനിന്റെ ഒരു തെളിമയുണ്ട്, അത് ഈ പറയുന്ന ആളുകളുടെ മുഖങ്ങളിൽ കാണുന്നുണ്ടോ? മുത്തുനബി തങ്ങളുടെ റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും നബിയുടെ ഉമ്മ കാഫിറത്താണെന്നും ഉപ്പ കാഫിറാണെന്നും ലഘുലേഖടിച്ചു വിടുന്ന ആളുകള് നബിദിനം അവർ ആചരിച്ചിട്ടുണ്ടോ, നബിയുടെ കാലത്തുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു ഒച്ചപ്പാടുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ ഫീഹി വുലിതു, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, അന്ന് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് പഠിപ്പിച്ച ഹബീബാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ നിരക്കാത്തതോ ഹബീബ് നിരോധിച്ചതോ ഇസ്ലാം ഇഷ്ടപ്പെടാത്തതോ ദീനിൽ പാടില്ലാത്തതോ ആയ ഒരു വിഷയവും ചെയ്യാതെ ജവാസ് മാത്രമുള്ള അസുല് ജവാസുള്ള വിഷയങ്ങളല്ലേ മിനിമം. ഇത് മുഴുവൻ ചെയ്യുന്നത് സത്യവിശ്വാസികൾ ഹബീബായ നബിയോട് ഇഷ്ടമായതിന്റെ പേരിലല്ലേ? അതിന് പുണ്യമില്ലേ? അതിന് ശ്രേഷ്ഠതയില്ലേ? ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബിമാരും താബിഈങ്ങളും താബിഈങ്ങളും നമ്മൾക്കറിയുമോ എന്താ മഹാന്മാർ പഠിപ്പിച്ചത്? അന്ന റുഅയത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഫഖത് തഅദിലു ഇബാദത ആലാഫിസ് സിനീൻ. ഹബീബായ നബി തങ്ങളെ ഒരു നോക്ക് കാണുന്നത് ആയിരക്കണക്കിന് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണത്രേ. നമുക്ക് ഹബീബിനെ കാണാൻ കഴിയും. അഹ്ലു ബൈത്തില്ലേ, നമുക്ക് ബാഫഖി തങ്ങളുണ്ട് ഇവിടെ, പറയാൻ വിട്ടുപോയതാ. മാഷാ അല്ലാഹ്, ഹബീബിന്റെ കുടുംബത്തിൽ വരുന്ന സയ്യിദന്മാരുണ്ട് ഇവിടെ. അവരുടെ ശരീരത്തിൽ ഓടുന്ന ചോര ഹബീബിന്റെ ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദന്മാർ, അഹ്ലു ബൈത്ത്, തങ്ങന്മാർ, നമ്മൾ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. തറക്തു ഫീകും അംറൈൻ ലൻ തദുല്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വഇസ്റതി കിതാബല്ലാഹി വസുന്നതി. രണ്ട് രീതികളിൽ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടണേ, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ഗൗനിക്കണേ, ബഹുമാനിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്ന ഹദീസിന്റെ ടൈറ്റില് സജ്ജനങ്ങളായ ആളുകളെ മുൻനിർത്തി യുദ്ധത്തിലേക്ക് പോകുമ്പോ അതുകൊണ്ടുണ്ടാകുന്ന വിജയം നമ്മൾ തവസ്സുൽ ചെയ്യുന്നില്ലേ? എന്താ അതിന്റെ കുഴപ്പം? മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, യഅതി അലന്നാസി സമാനുൻ യഗ്സു ഫീഹി ഫിആമുൻ മിനന്നാസ്.
മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോകുന്ന ഒരു സമയം വരും. ഫയുഖാലു ലഹും, അവരോട് പറയപ്പെടും, ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ നബിയുടെ കൂടെ നടന്ന ആരെങ്കിലും ഈ സൈന്യത്തിലുണ്ടോ? ചോദിക്കും. ഫയഖൂലൂന, അവർ പറയും, നഅം, ഉണ്ട്, സ്വഹാബിമാരുണ്ട്. ഫയുഫ്തഹു ലഹും, സ്വഹാബിമാർ ആ സൈന്യത്തിലുണ്ട് എന്നതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് ഫത്ഹ് കൊടുക്കുമെന്ന് പറഞ്ഞതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم يأتي على الناس زمان, പിന്നെ ഒരു കാലം വരും, ഫയഗ്സു, അവർ യുദ്ധം ചെയ്യും, ഫയഗ്സു ഫിആമും മിനൻ നാസ്, അങ്ങനെ അവരോട് ചോദിക്കും, ഹൽ ഫീകും മൻ സാഹബ അസ്ഹാബ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരെ കണ്ടവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇപ്പൊ പറയും, ഉണ്ട്. ഫയുഫ്തഹു ലഹും, അവർക്ക് അല്ലാഹു വിജയം കൊടുക്കും, താബിഈങ്ങളുള്ളതിന്റെ പേരിൽ. ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയുടെ ഹദീസാണ്. പിന്നെ പറയും, വേറെ ഒരു വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യും കുറച്ചു കാലം കഴിഞ്ഞ്. അപ്പൊ ആളുകൾ പറയും, ഹൽ ഫീകും മൻ സാഹബ അസ്ഹാബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരെ കണ്ടവരുണ്ടോ? താബിഉകളുണ്ടോ? ഫയഖൂലൂന നഅം, അവർ പറയും, നഅം, അതെ. ഫയുഫ്തഹു ലഹും, അല്ലാഹു അവർക്ക് വിജയം കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ ഇമാം ബുഖാരി തങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ ടൈറ്റിൽ കണ്ടാൽ മനസ്സിലാവും. എന്താ ഹെഡിങ്? ബാബു മൻ ഇസ്തആന ബിൽളുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബ്. നമ്മുടെ സമയം പരിമിതമാണ്. നമുക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വിഷയങ്ങൾ കൂടെ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ എന്താ പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നുമില്ല. നമ്മുടെ ഈ മുമ്പിൽ കിടക്കുന്ന ബിൽഡിംഗ് മാഷാ അല്ലാഹ് ഇത് പൂർത്തിയാക്കി തന്നത് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി ആൻ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ MD. അള്ളാഹു അദ്ദേഹത്തിന്റെ ഒരുപാട് സേവനങ്ങൾ, അവരും കുടുംബവും ഭാര്യയും മക്കളൊക്കെ ഇതിന്റെ പരിപാടി അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ കെട്ടിടത്തിന്റെ 2ാം നില കൂടെ, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായി ഇനി 2nd ഫ്ലോർ കൂടെ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ്. അത് ഉദാരമതികളായ ആളുകളുടെ സന്മനസ്സും നിങ്ങളുടെ സഹായവും എല്ലാം ഇതിലേക്ക് ആവശ്യമുണ്ട് എന്ന് ദീനിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അറിയിച്ചതിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി സാഹിബിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊക്കെ അനുഭവം അങ്ങനെയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാവിധ ഏർപ്പാടുകളിലും ശരീരത്തിലും മക്കളിലും കുടുംബത്തിലും ഒക്കെ ആയുസ്, ബറക്കത്തും ആഫിയത്തും എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും മനസ്സിലേക്കൊന്ന് ശ്രദ്ധ വെക്കുക. ചെറുതായി മഴ പെയ്യുന്നുണ്ട്, എന്നാൽ ഒരു 10 മിനിറ്റിനകം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സംഭവം നമ്മൾ പല ആളുകളുടെയും പല വാക്കുകളും പലതും കേട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ ഇടർച്ചയായി പോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കറിയുമോ, മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 123 വഫാത്തായ മഹാനാണ്. മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവർ താബിഈയാണ്. മിൻ ഉലമാഇ റബ്ബാനിയീൻ ഖാനിതീൻ, അള്ളാഹുവിന്റെ ആബിദീങ്ങളായ അലിമീങ്ങൾപ്പെട്ട മഹാനാണ് മുഹമ്മദ് ഇബ്നുൽ വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അസർ സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇബ്നു മാജ ഒഴികെ ബാക്കി എല്ലാ സുനനുകളിലും കാണാൻ കഴിയും. എന്താ സംഭവം? മഹാനായ അബൂ ജഅഫർ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പണ്ഡിതനാണ്, പ്രഗൽഭനാണ്. അദ്ദേഹം പറയാണ്, കാന ഇദാ വജദ ഫീ ഖൽബിഹി ഖസ്വതൻ നളറ ഇലാ വജ്ഹി മുഹമ്മദ് ഇബ്നു വാസിഅ. ഹൃദയത്തിനെന്തെങ്കിലും ഒരു കാഠിന്യമോ, ഹൃദയത്തിനുള്ളിൽ ഒരു വിശാലത കുറവോ കരുണയില്ലാതെ പോവുകയോ, ഹൃദയം കടുത്തുപോയി എന്ന് തോന്നുകയോ ചെയ്താൽ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമായിരുന്നു. മുഖത്തേക്ക് നോക്കിയിരിക്കുക, ഒന്നും പറയില്ല. ആ മഹാനെ ഒന്ന് കണ്ടുപോരാ. മുഅ്മിനീങ്ങളെ, മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള കാലം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. കണ്ടിട്ടില്ലെങ്കിൽ ആ മഹാനെ പോയി ഒന്ന് കാണി. വളാഞ്ചേരിയാണ് എത്തിപ്പറ്റ. അള്ളാഹു മഹാനൊക്കെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ വാവാട് ഉസ്താദ് തൊട്ടടുത്തല്ലേ, അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മുടെ പാറന്നു ഇബ്രാഹിം ഉസ്താദ് വഫാത്തായി, അള്ളാഹുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എത്ര വലിയ മഹത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്, എത്ര വലിയ മഹാന്മാർ, എത്ര വലിയ സയ്യിദന്മാർ. മഹാനായ മാണിയൂർ ഉസ്താദ്, മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, അതൊക്കെ വലിയ ഭാഗ്യല്ലേ. പാണക്കാട് സയ്യിദന്മാർ, കുംബോൽ സയ്യിദന്മാർ, ജഫ്രി കുടുംബം, ബാഫഖി കുടുംബം, ഒരുപാട് സയ്യിദന്മാരുടെ പരമ്പര നമ്മുടെ ജമലുല്ലൈലി കുടുംബം, ഇവരൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ജഫ്രി കുടുംബം. ഈ മഹത്തുക്കളുമായൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ബന്ധം, ഒന്ന് കൈപിടിച്ച് സലാം പറയാ.
അവരോടും ദുആരക്കാൻ വേണ്ടി പറയാം. എന്തെങ്കിലും അവരുമായി ജീവിതത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ, ആലിമീങ്ങളുമായി, സയ്യിദന്മാരുമായി. ഇത് മുഅ്മിനീങ്ങൾക്ക് അഭികാമ്യമാണ്. എന്തുകൊണ്ടെന്നറിയോ? മല്ലം യഅലുഹു മല്ലം യഅലക ലഹ്ലുഹു കമാ യഅലുക ലഫ്ലുഹു ലാ ഖൈറ ഫീ. ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു മനുഷ്യനിൽ മാറ്റം ഉണ്ടാവുന്നില്ല. വാക്കുകൾ കേൾക്കുമ്പോൾ മാറ്റം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കാണുമ്പോ ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ ഒരു ഖൈറുല്ല എന്ന ആലിമീങ്ങൾ പറയും. ലാ ഖൈറ ഫീമൻ ലം യഅലക ലഹ്ലുഹു കമാ യഅലുക ലഫ്ലുഹു. വാക്കുകളെ കൊണ്ട് ഉപദേശിക്കാൻ കഴിയുന്ന പോലെ നോട്ടം കൊണ്ട് ഉപദേശിക്കാൻ കഴിയുന്ന ആലിമീങ്ങളുടെ തിരുനോട്ടം. മഹാനായ കുട്ടി ഹസൻ ദാരിമി ഉസ്താദ്, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ കൂടെ ജീവിച്ച ആ ഒരു വല്ലാത്ത ഒരു മഹത്തരമായ ഐശ്വര്യത്തിന്റെ ബറക്കത്തിന്റെ ഒരു സോഴ്സ് നമ്മുടെ നാട്ടിലേക്ക് അല്ലാഹു തന്നിരുന്ന മഹാനായ ശംസുൽ ഉലമ. അവരുടെ കൂടെ നടക്കാനും അവർക്ക് ഖിദ്മത്ത് എടുക്കാനും ഉണ്ടായ ഭാഗ്യം മാത്രം പോരെ മഹാനായ ഉസ്താദിന്റെ ജീവിതത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സജ്ജനങ്ങളുടെ സുഹ്ബത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. ആരാ പറയുന്നത്? അബൂ ജഅഫർ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി. എന്തെങ്കിലും മനസ്സിനൊരു കാഠിന്യമുണ്ടെങ്കിൽ ഞങ്ങൾ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി എന്നവരുടെ മുഖത്ത് പോയി ഇങ്ങനെ നോക്കിയിരിക്കും, തിരിച്ചു പോരും. ഫയജ്തഹിദു ഷഹ്റൻ, ഒരു മാസത്തേക്കുള്ള ഊർജം ആ മഹാനെ കണ്ടാൽ കിട്ടും. ഇതെവിടെയാണുള്ളത്? സ്വഹീഹ് മുസ്ലിമിൽ അഥറാണത്. ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവരാം, ഇമാം തുർമുദി എന്നവരെ, ഇമാം അബൂദാവൂദ്, ഇമാം നസായി, ഇവരൊക്കെ സ്വഹീഹിൽ കൊണ്ടുവന്ന സംഭവം. മഹാനായ അബൂ ജഅഫർ ഇബ്നു സുലൈമാൻ തങ്ങൾ പറയാ, ഞങ്ങളുടെ ഹൃദയത്തിന് വല്ല കടുപ്പവും ഉണ്ടെങ്കിൽ മഹാന്മാരെ പോയി സിയാറത്ത് ചെയ്യേ, സജ്ജനങ്ങളെ പോയി കാണ്. വഫാത്തായി കിടക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്, അവർക്ക് ഹയാത്തുൽ ബർസഖ് ഉണ്ട്. അവിടെ പോയി സലാം പറയും. മയ്യത്തുകൾ സലാം അടക്കുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ സലാം അടക്കുന്നുണ്ട്, അംബിയ സലാം അടക്കുന്നുണ്ട്. ആത്മീയ ബന്ധം വേണം, ആത്മീയ ബന്ധം വേണം. നമുക്കെല്ലാം ഉണ്ട്, അറിവുണ്ട്, വിവരമുണ്ട്, പത്രമുണ്ട്, മാഗസിനുകളുണ്ട്, സമ്മേളനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ മഹാന്മാരുമായുള്ള ആത്മീയ ബന്ധം അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതിന് കണക്ഷനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹ്ബത്ത് നമുക്ക് നൽകട്ടെ. മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങളുടെ മുഖത്ത് പോയി ഞങ്ങൾ നോക്കി നിൽക്കും. ഒന്നുമില്ല, ആ നോട്ടം മതി, കണ്ടങ്ങ് തിരിച്ചു പോരും. ഒരു മാസം ഇബാദത്ത് ചെയ്യാൻ പിന്നെ ഉന്മേഷമാണ്. അങ്ങനെയായിരുന്നു മഹാനായ മുഹമ്മദ് ഇബ്നുൽ വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾക്കറിയുമോ, തുർക്കികളുമായി യുദ്ധം നടക്കുമ്പോ അന്നത്തെ മുസ്ലിം നേതാവ് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ആ സൈന്യത്തിലുണ്ട് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങൾ എന്നുള്ള പറഞ്ഞ ഈ താബിഈ. ആ യുദ്ധം നടക്കാൻ പോകുമ്പോ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നവരെ സൈന്യത്തിന്റെ ഇടയിലൂടെ അങ്ങനെ വന്നു നോക്കുന്നു. എങ്ങനെയുണ്ട്, നാളത്തേക്ക് റെഡിയാണോ, ഒരുങ്ങി നിൽക്കുന്നുണ്ടോ? നോക്കുമ്പോ മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി തങ്ങള് ഒരു മരത്തിന്റെ താഴെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോ മഹാനായ ഖുതൈബ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ല ഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഇൻ ഖൈറുൻ ഇൻദി മിൻ മിഅതി അൽഫി ഷാബിൻ ത്വരീരിൻ വസൈഫിൻ ഷഹീർ. 1,00,000 യുവാക്കളും 1,00,000 ആയുധവും അവരുടെ കയ്യിലുണ്ടാകുന്നതിനേക്കാളും ഖൈറ് മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഇൻ ഖൈറുൻ ഇൻദി മിൻ മിഅതി അൽഫി ഷാബിൻ ത്വരീരിൻ വസൈഫിൻ ഷഹീർ. 1,00,000 വാളും 1,00,000 യുവാക്കളും സൈന്യത്തിന് ലഭിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമായത് ഈ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ ദുആയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ പ്രാർത്ഥന വരുമ്പോൾ അവർ പറയും, ജാഅനൻ നസ്റു, വിജയം വന്നു. മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളെ മുൻനിർത്തിയാണ് നമുക്ക് യുദ്ധങ്ങളിൽ വിജയങ്ങൾ ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറവ പറ്റാത്ത ബറക്കത്താണ്. ഹബീബിന്റെ ഭാര്യമാർ ബറക്കത്തായിരുന്നു. അതുകൊണ്ടാണ് മഹദിയായ സഫിയ ബീബി റളിയല്ലാഹു അൻഹ, ഹബീബിന്റെ ഭാര്യ സഫിയ ബീബി വഫാത്തായി എന്ന വിവരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ സുജൂദിൽ വീഴുകയാണ് ഉണ്ടായത്. അപ്പൊ ചോദിച്ചു ഇബ്നു അബ്ബാസേ, യാ ഹബ്റൽ ഉമ്മത്തി വബഹ്റഹാ, ഈ ഉമ്മത്തിന്റെ ഹബ്റും ബഹറുമായ മഹാനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സഫിയ ബീബി വഫാത്തായി എന്ന് കേട്ടപ്പോ നിങ്ങൾ എന്താ സുജൂദിൽ വീണത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മഹാനായ ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയുന്നു, ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നില്ലേ, ഇദാ റഅയ്തും ആയതൻ ഫസ്ജുദൂ,
സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ കൊടുങ്കാറ്റോ ഭൂകമ്പമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോ നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് നബി തങ്ങൾ പറയാറില്ലേ? അല്ലാഹുവിലേക്കുള്ള ഇബാദത്തിലേക്ക് പ്രവേശിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, കലാപങ്ങൾ ഉണ്ടാകുമ്പോ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, ഇദാ റഅയ്തും ആയതൻ ഫസ്ജുദൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോ നിങ്ങൾ സുജൂദിൽ വീണമെന്ന് പറയാറില്ലേ? വഅയ്യു ആയതിൻ മിൻ വഫാതി അസ്വാജി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ബറക്കത്തല്ലേ? അതിൽപ്പെട്ട ഒരു ഭാര്യ വഫാത്താകുന്നത് ബറക്കത്ത് നഷ്ടമാവലല്ലേ? അത് നമുക്ക് വരുന്ന വിപത്തല്ലേ? വിപത്തുകൾ ഉണ്ടാകുമ്പോൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ സുജൂദ് ചെയ്യുന്നതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്റെ മുഅ്മിനെ, ഇങ്ങനെയാണ് സജ്ജനങ്ങളായ ആളുകൾ അവരുടെ സാന്നിധ്യം ബറക്കത്താണ്. ആലിമീങ്ങൾ അമനത്തുൽ അർള്, സയ്യിദന്മാർ ഭൂമിയിലെ സുരക്ഷയാണ്. കമാ അന്നൻ നുജൂമ അമനത്തുസ് സമാ, ആകാശലോകങ്ങളുടെ സുരക്ഷയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന പോലെ ഭൂമിയിലെ സുരക്ഷയാണ് സജ്ജനങ്ങളും സ്വാലിഹീങ്ങളും. ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നാണ് ഈ സ്വാലിഹീങ്ങളെല്ലാം വെളിച്ചം കിട്ടുന്നത്. ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി, ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി على قدم النبي بدر الكمال. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ പറയുമായിരുന്ന ഏതൊരു വലിയും നിലനിൽക്കുന്നത് ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി, ആത്മീയമായ ഒരു ആശ്രയത്തിലേക്ക് ചാരിയിട്ടാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി, ഹബീബായ നബിയിൽ നിന്നാണ് ഞങ്ങൾ വെളിച്ചം സ്വീകരിക്കുന്നത്. ഔലിയാഇന്റെ സാദാതീങ്ങളുടെ ആലിമീങ്ങളുടെ വെളിച്ചം ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളില്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നവരുടെ മഹത്വം എന്ത്? തങ്ങളില്ലായിരുന്നെങ്കിൽ ഉമർന്നവരുണ്ടോ? തങ്ങളില്ലെങ്കിൽ ഉസ്മാൻ തങ്ങളുണ്ടോ? തങ്ങളില്ലെങ്കിൽ മഹാനായ അലിയാരുണ്ടോ? തങ്ങളില്ലായിരുന്നെങ്കിൽ ഫാത്തിമ ബീവിയുണ്ടോ? ഇവരുടെയൊക്കെ മഹത്വങ്ങളെല്ലാം ഓടിക്കൂടി ചേരുന്ന ഒരു അനന്തമായ ഉറവ പറ്റാത്ത അനുഗ്രഹമേ അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യാ ഖൈറ മൻ യമ്മമൽ അഫൂന സാഹതഹു سعيا وفوق متون الأينق النجمي. മഹത്തുക്കളായ ആളുകളുടെ അരികത്തേക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഓടി വരുന്നു. ഹബീബിനെ കാണാൻ, ഒന്ന് നോക്കാൻ, ഒന്ന് കാണാൻ. സ്വഹാബിമാർ ഹബീബിനെ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരെക്കാളും ഇബാദത്ത് ചെയ്ത താബിഈങ്ങൾ പിൻഗാമികളിലുണ്ട്. എന്നാൽ ഒരു താബിഈക്കും ഒരു സ്വഹാബിയുടെ മഹത്വം കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? ലനദറത്തുൻ ഇലാ വജ്ഹി റസൂലില്ലാഹി ഖൈറും മിൻ ഇബാദത്തി ആലാഫിസ് സിനീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കാൻ ഭാഗ്യമുണ്ടാകുന്നത് ആയിരക്കണക്കിന് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും പുണ്യമാണത്രേ. ആയിരക്കണക്കിന് കൊല്ലം. എന്തുകൊണ്ടെന്നാൽ മിൻ സദഗ റഅസിഹി ഇലാ അഖ്മുസി ഖദമൈ, മൂർധാവിൽ നിന്ന് കാലിന്റെ അടിവരെ പ്രകാശം ലഭിക്കും ഹബീബിനെ കണ്ടാൽ. വകാന യഅതീഹിൽ അഅറാബിയുൽ ജിൽഫ് ഫകാന യതകല്ലമു ബിൽ ഹിക്മ. അഅറാബികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് സംസ്കാരമോ വർത്തമാനം പറയൽ എങ്ങനെ എന്ന് പോലും അറിയാത്ത ആളുകൾ ഹബീബിനെ വന്ന് കാണുകയും ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവുകയും ചെയ്താൽ ഫകാന യതകല്ലമു ബിൽ ഹിക്മ, അവർ തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുമായിരുന്നു അത്രേ. ഇതെന്താണ്? റസൂൽ നൂറാണ്. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ. നബിയേ, അങ്ങ് പ്രോജ്വലിക്കുന്ന പ്രകാശധാരയാണ്, അങ്ങ് പ്രോജ്വലിക്കുന്ന സൂര്യജ്യോതിസാണ് നബിയെ. അങ്ങ് പ്രകാശമാണ്, ഉറവ പറ്റാത്ത അനുഗ്രഹമാണ് നബിയെ. അങ്ങിൽ അനുഗ്രഹം, അങ്ങ് തൊട്ടതിൽ അനുഗ്രഹം, അങ്ങ് കിടക്കുന്നിടത്ത് അനുഗ്രഹം. ഖൈറു ബിഖാഇൽ അർള്, അല്ലാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വീട് കഅബയാണെങ്കിൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഏതാണെന്നറിയുമോ? ബിഇജ്മാഇൽ ഉലമാ, മഹാനായ ഖാദി ഇയാദ് തങ്ങൾ ഉദ്ധരിക്കുന്നത് ലോക മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. അള്ളാന്റെ മണ്ണിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്
തുർബത്തുൻ ضمت عظم النبي ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ചേർത്ത് വെക്കാൻ കിട്ടിയ മണ്ണ് ഹബീബിന്റെ റൗളയിലെ മണ്ണാണത്രേ. ലോകത്തെ എല്ലാ ഭൂമിയിലും ഭൂമിയായ ഭൂമിയിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. എന്തുകൊണ്ടെന്നാൽ ഹബീബായ നബി തങ്ങൾ നൂറാണ്, പ്രകാശമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് കരുണയല്ലേ, നമ്മളോട് കരുണയുള്ള നബിയല്ലേ അത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് സ്വഹീഹായ ഹദീസിൽ, ബീവി പറയുന്നു, എന്റെ റൂമിലേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോ നബി തങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞു, നബിയെ ഇന്നലി ഇലൈക ഹാജ, എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുമോ? തങ്ങൾ പറഞ്ഞോളൂ ആയിഷ, എന്താ വേണ്ടത്? ഹബീബിന്റെ മഹ്ബൂബത്തായ ഭാര്യയാണത്, തങ്ങളുടെ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒരാഗ്രഹമുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, എന്താ ബീവി ആഗ്രഹം? തങ്ങളോട് ബീവി ചോദിച്ചു, അവ തസ്തജീബു ലി ദാലിക, നിങ്ങൾ ഞാൻ ചോദിച്ചത് തരുമോ നബിയെ? അങ്ങനെക്ക് തരുമോ ഞാൻ ചോദിക്കുന്നത്? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ആഭരണമല്ല ആയിഷ ബീവി ചോദിക്കാൻ പോകുന്നത്, ഭൗതിക സൗകര്യങ്ങളല്ല ചോദിക്കാൻ പോകുന്നത്. പിന്നെ ബീവി ചോദിച്ചത്, ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ ദുനൂബി, നബിയെ എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? എന്റെ പാപങ്ങൾ പൊറുക്കാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ഹബീബിന്റെ സന്തോഷം കണ്ടപ്പോ ബീവി ചോദിച്ച ചോദ്യമാണത്. സഹോദരിമാരെ, നമ്മുടെ ഭർത്താവ് സന്തോഷിച്ചു വരുമ്പോ നമ്മൾ എന്തൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കും? നമുക്ക് വള വേണം, മാല വേണം, ആഭരണം വേണമല്ലേ? ദുനിയാവിൽ നിന്ന് കിട്ടിപ്പോകേണ്ട എല്ലാ നന്മകളെക്കാളും വലുത് നാളെ ആഖിറത്തിന്റെ മഗ്ഫിറത്താണെന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനിയായ മഹദിയാണ്, ബുദ്ധിമതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ബീവിക്ക് വേണ്ടി ദുആ ചെയ്തു 3 തവണ നബി പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ. അല്ലാഹുവേ ആയിഷക്ക് സന്തോഷം കൊടുക്കണേ, ആയിഷക്ക് സന്തോഷം ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷ ബീവിക്ക് മാപ്പ് കൊടുക്കണേ എന്ന് 3 തവണ ദുആ ചെയ്തപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാണ്ട് സന്തോഷിച്ചു. നബി ചോദിച്ചു, മാലകി അസുരിർതി, ആയിഷ എന്താ വല്ലാത്ത സന്തോഷമുണ്ടല്ലോ മുഖത്ത്? ബീവി പറഞ്ഞു, നബിയേ മാലിയ ലാ ഉസർ, എന്തുകൊണ്ട് ഞാൻ സന്തോഷിക്കാതിരിക്കണം? വഖദ് ദഅാലി റസൂലുള്ളാഹി ബിൽ മഗ്ഫിറ, എനിക്ക് പാപമോചനം കിട്ടാൻ നബി തങ്ങളല്ലേ ദുആ ചെയ്തത്, പിന്നെ ഞാൻ സന്തോഷിച്ചൂടെ? എനിക്ക് സന്തോഷിച്ചൂടെ? നബിയല്ലേ ദുആ ചെയ്തത്. നേരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, എന്റെ മുഅ്മിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മറുപടി നമ്മളൊന്ന് ചെവി തുറന്ന് കേൾക്കണേ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ നിങ്ങൾക്കറിയുമോ, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വദഉ ലി ഉമ്മതി ബിൽ മഗ്ഫിറതി വർ-റഹ്മ. ആയിഷ, നിങ്ങൾക്ക് ഞാൻ 3 തവണ ദുആ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? എന്നാൽ അറിയണോ, ഏത് രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി മുഴുവനും അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാതെ പോയ ഒരു രാത്രിയുമില്ല ആയിഷ. എല്ലാ രാത്രിയിലും ഞാൻ എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ഇഷ്ടപ്പെടുന്ന നല്ലവരായ ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒന്നുകൂടെ പറയട്ടെ, ഹബീബിനെ നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ എളുപ്പമാണ്. ഹബീബ് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുമോ എന്നാണ് ആലോചിക്കേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യൻ മഹാനായ റബീഅ ഇബ്നു ഹുസൈം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, യാ റബീഅ ലൗ റആക റസൂലുള്ളാഹി ലഹബ്ബക. റബീഅ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ കാണുകയായിരുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു. റബീഅ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സ്, നമ്മുടെ ഖൽബിന്റെ ഉള്ള്, നമ്മുടെ ഇബാദത്തിന്റെ രൂപം, നമുക്ക് അല്ലാഹുവിനോടുള്ള കടപ്പാടിന്റെ രീതി, ഹബീബിനോടുള്ള മഹബ്ബത്ത്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മനസ്സ്, ചിന്തകൾ, വിചാരവികാരങ്ങൾ, ഇതൊക്കെ എങ്ങാനും ഹബീബ് അറിയുകയാണെങ്കിൽ റബീ എന്നവരെ കണ്ടാൽ ഹബീബ് ഇഷ്ടപ്പെടുമായിരുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി പറഞ്ഞ പോലെ നമ്മളെ കണ്ടാൽ ഹബീബ് ഇഷ്ടപ്പെടുമോ? അവിടെയാണ് വിഷയം. നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളെ കണ്ടാൽ ഹബീബ് ഇഷ്ടമാകുമോ എന്നുകൂടെ ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ ഇഷ്ടപ്പെടാനും ഇത്തിബാ ചെയ്യാനും അവിടുന്ന് നമ്മൾ കണ്ടാൽ സന്തോഷിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ.